സാരംഗവാണിയുടെ ഒരു നൂതന ഖണ്ഡത്തിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സവിനയം സ്വാഗതം. പൊതുസമൂഹത്തിൽ അധമമായ വാക്കുകൾ പറയുക, പിന്നീട് അത് പ്രശ്നമാകുമ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വാക്കുപിഴ എന്ന് പറയുക, തിരുത്തപ്പെടുക, ചിലർ തിരുത്തപ്പെടുക, ചിലർ പിൻവലിക്കുക. ഇത് ഒരു തവണയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമെന്ന് പറയാം. ബോധപൂർവം പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ധരിക്കണം? നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. നന്നായി ചിന്തിക്കുക. സീമാതീതമായ നിശബ്ദതയുടെ വത്മീകമാണ് മനുഷ്യരെ സന്താപ സന്തോഷങ്ങൾക്കതീതമായ ഒരു സ്ഥായിയിൽ എത്തിച്ചേർക്കുന്നത്. വായാടികൾ പലപ്പോഴും ബൗദ്ധികമായോ സൃഷ്ടിപരമായോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് നിശബ്ദത പാലിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മനസ്സിനെ നിയന്ത്രിച്ചെങ്കിലേ നിശബ്ദത ശീലിക്കാൻ കഴിയുകയുള്ളൂ. മനസ്സ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ചിത്തമാം വലിയ വൈരികീഴമർന്നത്തൽ തീർന്നമിതന്ന ഭാഗ്യവാൻ. മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തെയും ലോകത്തെയും തന്നെ കീഴടക്കാം. അതിൻ്റെ പ്രസ്പഷ്ടമായ ഉദാഹരണമാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആശ്രയം ഭഗവത്ഗീത തന്നെയാണെന്ന് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതിലെ 17-ാമത്തെ അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗം, അതിലെ 14-ാമത്തെ ശ്ലോകം ഇങ്ങനെ പറയും: അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാഗ്മയം തവ ഉച്യതേ. നല്ല വാക്കുകൾ തപസ്സാണെന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. ആ നല്ല വാക്കുകളിൽ ഉദ്വേഗം ഉണ്ടാകരുത്. ഉദ്വേഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം, സംഭ്രമം, വ്യാകുലത ഇതൊന്നും കേൾക്കുന്നവർക്കുണ്ടാക്കരുത്. സത്യമാകണം, പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നതായിരിക്കണം, ശാസ്ത്രാവബോധത്തോടെ സ്വന്തമായി ശീലിക്കുന്നതും ആകണം. എങ്കിലത് തപസ്സാണ്. സനാതനധർമ്മം പഠിപ്പിക്കുന്ന പഞ്ചശുദ്ധിയിൽ ഏറ്റവും പ്രധാനമാണ് വാക്ശുദ്ധി. അതുതന്നെയാണ് ശ്രീബുദ്ധൻ്റെ പഞ്ചശീല തത്വങ്ങളിലും പറയുന്നത്. വാക്ശുദ്ധി പ്രധാനമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അനുവദിച്ചു കൊടുത്ത തീർത്ഥാടനത്തിൽ പഞ്ചശുദ്ധിയിൽ പ്രധാനമാണ് വാക്ശുദ്ധി. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകനായ കരുണാകര ഗുരു പറയുന്നത്, വാക്കാണു സത്യം, സത്യമാണ് ദൈവം. വാക്കിനെ ദൈവമാക്കി മാറ്റിയ ഒരു പ്രവചനമാണ് അത്. വാഗ്വൈ സരസ്വതി, വാക്ക് സരസ്വതിയാണ്. വാഗ്ഭൂഷണം ഭൂഷണം, ഭർതൃഹരി പറയുന്നു, മറ്റെല്ലാ ഭൂഷണങ്ങളും അവസാനിച്ചാലും വാഗ്ഭൂഷണം നിലനിൽക്കും. അതുപോലെ ശ്രീരാമകൃഷ്ണ ഭജനാവലിയുടെ പ്രഭാത പ്രാർത്ഥന തന്നെ പഥ്യമായുള്ള വാക്കുകൾ മാത്രമേ നിത്യം നാവിരുദിക്കുമാറാകാവൂ. വാക്കുകൾ മിതവും ഹിതവുമായാൽ പോരാ, സ്മിതവുമാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്മിതമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കണം, പുഞ്ചിരി വരണം. അതിന് കഴിയുന്നില്ലെങ്കിലോ മൗനം തന്നെയാണ് നല്ലത്. മൗനം വിദ്വാനുഭൂഷണം എന്നറിയാത്ത മലയാളികൾ ഇല്ല. ആ കവിതയുടെ പൂർണ്ണഭാഗം ഇങ്ങനെയാണ്: ഖലന്മാർ വിപദിക്കുമ്പോൾ മൗനം വിദ്വാനുഭൂഷണം, കാകകോലാഹലത്തിങ്കൽ കുയിൽനാദം വിളങ്ങുമോ. അമിതമായി സംസാരിക്കുമ്പോൾ ഹൃദയം ദുഷിക്കുന്നു, സംസാരം ചുരുക്കുമ്പോൾ സങ്കടങ്ങൾ ചുരുങ്ങുന്നു. നബി തിരുമേനി പറയുന്നു, അമിതമായി സംസാരിക്കുമ്പോൾ അമിതമായ പാപങ്ങൾ വലിച്ചു കൂട്ടുന്നു, പാപങ്ങൾ കൂടുമ്പോൾ അവൻ്റെ ഹൃദയം മരിക്കുന്നു. ഹൃദയം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചേതനകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അവന് നേരായ ചിന്തകളായിരിക്കില്ല വരുന്നത്. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാവുന്ന വാക്യമാണ് അത്. എംപ്റ്റി പോട്ട് മേക്സ് മോർ സൗണ്ട്. ഒഴിഞ്ഞ കലത്തിലാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത്. പഞ്ചതന്ത്രത്തിലെ ഒരു കഥ ഇങ്ങനെ: കുറുക്കൻ കാട്ടിലൂടെ ഇര തേടി നടക്കായിരുന്നു. ആരോ ചെണ്ടക്കാർ മരത്തിൽ ചെണ്ട കെട്ടിയിട്ടിട്ട് എവിടെയോ പോയി. മരച്ചില്ലകൾ ആഞ്ഞടിച്ചപ്പോൾ ചെണ്ട ശബ്ദമുണ്ടാക്കി. കുറുക്കൻ ഈ സാധനം കണ്ടിട്ടില്ല. അവൻ വിചാരിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ഇതെന്തോ ജീവിയാണെന്ന്. വളരെ പ്രയാസപ്പെട്ട് മരത്തിൽ കയറി ചെണ്ടയടിച്ച് താഴെ വെച്ച് കുത്തിപ്പൊളിക്കാൻ വലിയ പ്രയാസം. അത് കുത്തിപ്പൊളിച്ച് നോക്കിയപ്പോൾ ഉള്ളു പൊള്ളയാണ്. കുറുക്കൻ പറഞ്ഞൊരു വാക്യമുണ്ട്: വലിയ ശരീരമുള്ളതും ഉയർന്ന ശബ്ദമുണ്ടാക്കുന്നതിൻ്റെയും ഉള്ളു പൊള്ളയാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്.
മൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് വിപത്തുണ്ടാക്കി കൊടുക്കുമ്പോൾ മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നതാണ് വിപത്തുണ്ടാക്കി കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ്റെ നിലവാരം അറിയണമെങ്കിൽ അവൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, അയാളുടെ ദോഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു വ്യക്തിയെ പരാമർശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ നിലവാരം അധമ നിലവാരമാണ്. സംഭവങ്ങളെക്കുറിച്ചാണ് വ്യക്തി സംസാരിക്കുന്നെങ്കിൽ അത് മധ്യമ നിലവാരമുള്ള ആളാണ്. ആശയങ്ങളാണ് ഒരാൾ സംസാരിക്കുന്നെങ്കിൽ അത് ഉത്തമ നിലവാരമാണ്. അധമ നിലവാരമുള്ളവർ മറ്റു മനുഷ്യരെ വാക്കുകൊണ്ട് വ്രണപ്പെടുത്തുമ്പോൾ ഈ ശ്ലോകം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കട്ടെ. കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം തളിർത്തിടാം, കാട്ടുതീ ഭക്ഷിച്ചാലും കനനം ഉണ്ടായി വരാം, കേട്ടുകൂടാത്ത വാക്കമ്മായുധം പ്രയോഗിക്കിൽ, കർണങ്ങൾക്കകം പുക്കു പുണ്ണായാൽ അതു പിന്നെ പൂർണ്ണമായി ശമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോലും. ശിഖരം കണ്ടിച്ച മരങ്ങൾ കിളിർത്തു വരാം, കാട്ടുതീ ഭക്ഷിച്ചു വനമുണ്ടായി വരാം, കേട്ടുകൂടാത്ത വാക്കുകൾ അതൊരിക്കലും കർണങ്ങൾക്കകത്തുനിന്നും മാഞ്ഞു പോകില്ല കാലം എത്ര കഴിഞ്ഞാലും. അതുകൊണ്ടാണ് പാശ്ചാത്യർ പറയുന്നത് വേർഡ് ഈസ് നോട്ട് എ ബേർഡ്. പറന്നുപോയ പക്ഷിയെ നമുക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരാം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന നല്ല ബോധം നമുക്കുണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മഹാകവി പൂന്താനം, ഭക്തകവി പൂന്താനം അത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ, വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. നന്നായി ഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യകുലത്തിനെ നന്നാക്കാൻ ഈ പൂന്താനത്തിൻ്റെ വരികൾ പോലെ അഹങ്കാരികളെ ലോകം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ അവഗണിച്ചിട്ടേ ഉള്ളൂ. വിനയാന്വിതരെ മനുഷ്യർ നെഞ്ചേറ്റും. ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് ഈ തത്വമാണ്. ഒന്നുകൂടി, വാക്കുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവർ, നമ്മൾ ബാല്യകാലങ്ങളിൽ കലാലയങ്ങളിൽ പ്രാർത്ഥിച്ചു പഠിച്ച വരികൾ രാവിലെ എഴുന്നേറ്റ് പല പ്രാവശ്യമൊന്ന് ഉരുക്കൊഴിയണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. പന്തളം കേരളവർമ്മയുടെ വരികൾ. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. വാക്കുകൾ തോക്കുകളാണ്, അത് അഗ്നിസ്ഫുലിംഗങ്ങളാണ്, ആർദ്രതയുടെ ഗംഗാപ്രവാഹമാണ്. ആദിയിൽ വചനമാണുണ്ടായത്, പിന്നെയാണ് രൂപമായതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ചരിത്രഖണ്ഡങ്ങളുടെ ബീജാവാപവും അടിസ്ഥാന ശിലയുമാണ് വാക്കുകൾ. തിരുത്തൽ ശക്തിയാണ് വാക്കുകൾ. സാന്ത്വനത്തിൻ്റെ മഹാസ്പന്ദനമാണ് വാക്കുകൾ. വാക്കുകളെ എങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്ന് അറിയില്ല. അപ്രകാരമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലോകം ഏറ്റെടുത്ത വാക്യങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രം ഉദാഹരണത്തിന് പറയാം. ജൂലിയസ് സീസറെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയതിൽ ആഹ്ലാദിക്കാൻ കൂടിയ വലിയ സദസ്സ്. കൂടെ നിന്ന ബ്രൂട്ടസ് ആണല്ലോ ചതിച്ചത്. അങ്ങനെ ആ സദസ്സ് കൂടിക്കൊണ്ട് സീസറെ കൊന്നവരെ അഭിനന്ദിക്കാൻ കൂടിയ സദസ്സാണ്. ആ സദസ്സിലേക്ക് മാർക്ക് ആന്റണി കയറി നടത്തിയ ആദ്യത്തെ വാക്യം ഇതായിരുന്നു: ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. സദസ്സ് നിശബ്ദമായി. അദ്ദേഹം പ്രസംഗം തുടങ്ങി. പ്രസംഗം അവസാനിച്ചപ്പോൾ ബ്രൂട്ടസിനെ പറ്റി പറഞ്ഞ ഇത് തെറ്റായിരുന്നു എന്നും അതുകൊണ്ട് സീസറെ കൊന്നവരെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ സദസ്സ് ആർത്തലച്ചുകൊണ്ട് ആയുധങ്ങളുമായി ഓടുകയും ചെയ്തു. ആ ഒറ്റ വാക്കിലാണ് സദസ്സിനെ പിടിച്ചിരുത്തിയത് മാർക്ക് ആന്റണി. എങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ 5 വാക്കുകൾ ലോകാവസാനിക്കുന്നത് വരെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ: സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. ആദ്യമായി ചന്ദ്രനിലിറങ്ങി 1969 ജൂലൈ 21 തിങ്കളാഴ്ച വെളുപ്പിന് ഇന്ത്യൻ സമയം 1:47 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇടതുകാൽ കുത്തി. അദ്ദേഹം പറഞ്ഞു, വൺ സ്മാൾ സ്റ്റെപ്പ് ഓഫ് മാൻ ബട്ട് വൺ ജയൻ ലീപ്പ് ഓഫ് മാൻകൈൻഡ്. ഈ വാക്കുകളൊക്കെ ലോകത്തെന്തെങ്കിലും മറക്കുമോ?
ഇങ്ങനെ എന്നും ത്രസിച്ചു നിൽക്കുന്ന ധാരാളം വാക്കുകളുണ്ട്. നല്ല വാക്കൊതുവാൻ ത്രാണിയുണ്ടാകണേ എന്ന പ്രാർത്ഥന സമൂഹമെല്ലാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമാണ്. എന്നാൽ ചില വാക്കുകൾ തെറ്റിദ്ധരിച്ച് പ്രശ്നങ്ങളാകാറുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഒരു ഭാഗത്ത് ഞാൻ കുറേ കാലം പ്രാക്ടീസൊക്കെ ആയിട്ട് താമസിച്ചിരുന്നു. ഒരു ഉൾനാടൻ ഗ്രാമമാണ്. വനപ്രദേശത്തോട് ചേർന്നുള്ള ഈ ഗ്രാമത്തിലെ വിദ്യാഭ്യാസമുള്ളവർ വളരെ ചുരുക്കം, 10ാം ക്ലാസ് പാസ്സായവർ തീരെ ചുരുക്കമായിരുന്നു. ആ കാലം 80കളുടെ കഥയാണ് ഈ പറയുന്നത്. അവിടെയുള്ള മനുഷ്യരിൽ അധികം പേരും വനത്തിൽ കടന്നു കയറി പലതരം തടികളും വനവിഭവങ്ങളും ഒക്കെ അപഹരിച്ചെടുത്ത് വിറ്റും ചിലരൊക്കെ ചാരായം പാറ്റി വിറ്റ് ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന, അറിവില്ലാത്തത് കൊണ്ട് ആരും നയിക്കാനും ഇല്ലാത്തതുകൊണ്ട് ആ ജനങ്ങളെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ആ നാട്ടിലെ സാത്വികനായ സാധുവായ ഒരു അധ്യാപകൻ തീരുമാനിച്ച് അദ്ദേഹം ഒരു വായനശാല തുടങ്ങി. അതിൻ്റെ ചിലവ് കൂടുതലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. വായനശാല തുടങ്ങി, അത് കുറേശ്ശെ പുരോഗമിച്ചു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ ആയി വന്നു. അങ്ങനെ വന്നപ്പോൾ ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ അവന് ലൈബ്രറിയൻ വേണം. അപ്പം അധ്യാപകന് പ്രായമായും വരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അദ്ദേഹം അത് കൈമാറാൻ തീരുമാനിക്കുന്ന ഒരു ജനറൽ ബോഡി നടക്കുന്നു. ആ ജനറൽ ബോഡിയിൽ വെച്ച് എന്തോ ഒരു അസഭ്യമായ വാക്ക് ആരോ ഒരാൾ പറഞ്ഞു. ഈ വായനശാലയും അതിൻ്റെ കലാപരിപാടികളും മറ്റുമൊക്കെ ആയിട്ട് ഞാനും ഏറെ ബന്ധപ്പെട്ടിരുന്നു. അധ്യാപകൻ യോഗത്തിൽ തന്നെ ഇറങ്ങിപ്പോയി. അദ്ദേഹം വീട്ടിൽ പോയിരുന്നു. ഇനി മേലായുധമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കാര്യം അറിയാൻ വേണ്ടി ഞാൻ തേടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇതിനകത്ത് വന്ന് കുറേ പുതിയ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്കൊരു പുതിയ ലൈബ്രറിയനെ നിയമിക്കണം എന്നൊക്കെയുള്ള ആവശ്യമുണ്ടായിരുന്നു. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം വളരെ ശബ്ദം താഴ്ത്തിയേ സംസാരിക്കത്തുള്ളൂ, വളരെ സ്ലോയിലേ കാര്യം പറയൂ. നല്ല മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഏതോ ഒരു ചെറുപ്പക്കാരൻ കയറി ഒരു അസഭ്യം പറഞ്ഞത്രേ. ഞാൻ ചോദിച്ചു, സാർ എന്ത് അസഭ്യമാണ് പറയുക? അയ്യോ, അത് ഡോക്ടറോട് പറയാൻ കൊള്ളത്തില്ല, അയ്യോ കടുത്ത അസഭ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, വേറെ ആരുമില്ലല്ലോ, നമ്മൾ രണ്ടും തനിച്ചല്ലേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞാട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ എന്നോട് പറയുക, ശബ്ദം താഴ്ത്തി പറയുക, കണസാ പറയാതെ കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ അധ്യാപകനോട് പറഞ്ഞു, സാർ അതൊരു സഭ്യതരമായ വാക്കല്ല. മലയാള നാട്ടിലുടനീളം പറഞ്ഞിരുന്നൊരു ശൈലിയാണ്. അതിൻ്റെ കാരണം പഴയ കാലഘട്ടത്തിൽ ചക്രം മാറി നമ്മുടെ ഇന്നത്തെ രൂപ ആകുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ളൊരു കാലം അണ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഉറുപ്പിക, അണ, പൈസ അതായിരുന്നു. ഇപ്പോഴത്തെ പൈസയ്ക്ക് നയാ പൈസ എന്ന് പറയുന്ന പുതിയ പൈസ എന്നർത്ഥം. അപ്പോൾ ഉറുപ്പിക എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് ക, അണ എന്നതിന് ചുരുക്കെഴുത്താണ് ണ, പൈസയുടെ ചുരുക്കെഴുത്താണ് സ. അപ്പോൾ ക ണ സ എന്ന് പറഞ്ഞാൽ ഉറുപ്പിക, അണ, പൈസ എന്നാണ് എൻ്റെ അർത്ഥം. അണ എൻ്റെ ശൈശവബാല്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരണയുടെ മൂല്യം 6 പൈസയാണ്. അന്ന് ഒരണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചായ കിട്ടും, ഒരു ബോണ്ട കിട്ടും, ഒരു കടി കിട്ടും, ഇതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അത് 24 പൈസയാകുമ്പോൾ അതിന് പറയുന്നത് 4 അണ എന്നാണ്. പക്ഷേ 24 എന്നല്ല, 25 പൈസ എന്നാണ് അത് വെക്കുന്നത്. അതിന് 1/4 രൂപ എന്നും പറയും. ഈ 1/4 രൂപയും കൊണ്ടൊരു സഞ്ചിയോ കുട്ടയോ വട്ടിയോ എടുത്തിട്ട് പോയാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമല്ല, ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള അരിയല്ലാത്തതൊക്കെ വാങ്ങാൻ കഴിയുമായിരുന്നു. 25 പൈസയ്ക്ക് 1/4 രൂപ, 50 പൈസയ്ക്ക് 1/2 രൂപ എന്ന് പറയും. 16 അണയാണ് 1 രൂപ. അപ്പോൾ ഇതാണ് കണക്ക്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടുന്ന മീറ്റിങ്ങുകൾ വരുമ്പോൾ അതിനകത്ത് ക ണ സ എന്ന് പറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയിരിക്കും. കണക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചർച്ചകൾ വരാതിരിക്കുമ്പോൾ ചെല്ല് പറയുന്നത് കൊണസാ പറയാതെ കാര്യത്തിലേക്ക് കടക്കൂ എന്ന് പറയുന്നത് അതൊരു അസഭ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് സാറിന് സമാധാനമായി. അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും ആ വായനശാലയും അതുമായുള്ള പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ഒരു ഗ്രാമത്തിനെ ആകെ സമുദ്ധരിക്കാൻ കഴിയുകയും ചെയ്തു. നല്ല വാക്കൊതുവാൻ ത്രാണി ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. നമസ്കാരം.